ജെറോം കെ ജെറോം എന്ന ഇംഗ്ലീഷ് എഴുത്തുകാരൻ്റെ അങ്കിൾ പോഡ്ജർ ഹാങ്സ് എ പിക്ചർ എന്ന ചെറുകഥയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ 3 Men in a Boat എന്ന നോവലിൽ നിന്ന് എടുത്തതാണ് ഈ ഒരു കഥാഭാഗം. നമുക്ക് കഥയിലേക്ക് കടക്കാം. അങ്കിൾ പോഡ്ജറിൻ്റെ കുടുംബത്തിൽ സംഭവിക്കുന്ന വളരെ രസകരമായ കാര്യങ്ങളാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നിസ്സാരമായ ഒരു ജോലി സ്വയം ചെയ്യാൻ ഏറ്റെടുക്കുകയും എന്നാൽ കൃത്യമായി അത് ചെയ്യാൻ കഴിയാതെ വരികയും ഒരുപാട് ആളുകളെ സഹായത്തിന് വേണ്ടി അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന അങ്കിൾ പോഡ്ജറിന്റെ ഈ കഥാപാത്രം വളരെ രസകരമായിട്ടാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എ ന്യൂ പിക്ചർ വുഡ് ഹാവ് കം ആൻഡ് ബി സ്റ്റാൻഡിങ് ഇൻ ദ ഡൈനിങ് റൂം വെയിറ്റിംഗ് ടു ബി പുട്ട് അപ്പ്. അപ്പോൾ അങ്കിൾ പോഡ്ജറുടെ വീട്ടിൽ ഒരു പുതിയൊരു ചിത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ചുമരിൽ തൂക്കാനായിട്ട് ഒരു ചിത്രം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഡൈനിങ് റൂമിൽ ഇരിക്കുന്നുണ്ട്. വെയിറ്റിംഗ് ടു ബി പുട്ട് അപ്പ്, അത് തൂക്കാൻ വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. ആൻഡ് ഓണ്ട് പോഡ്ജർ വുഡ് ആസ്ക് വാട്ട് വാസ് ടു ബി ഡൺ വിത്ത് ഇറ്റ് ആൻഡ് അങ്കിൾ പോഡ്ജർ വുഡ് സേ. അപ്പോൾ ഇതെങ്ങനെ ചുമരിൽ തൂക്കും എന്ന് ചോദിച്ചുകൊണ്ട് ആണ്ട് പോഡ്ജർ അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ, അമ്മായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് അങ്കിൾ പോഡ്ജർ പറയാണ്, ഹോ യു ലീവ് ദാറ്റ് ടു മീ, നിങ്ങളത് എനിക്ക് വിട്ടുതരൂ. ഡോണ്ട് യു എനി ഓഫ് യു വറി യുവർ സെൽഫ് അബൌട്ട് ദാറ്റ്, നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. ഐ വിൽ ഡു ഓൾ ദാറ്റ്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ചിത്രം അവിടുത്തെ ചുമരിൽ തൂക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും അങ്കിൾ പോഡ്ജർ സ്വയം ഏറ്റെടുക്കണം. ആൻഡ് ദെൻ ഹി വുഡ് ടേക്ക് ഓഫ് ഹിസ് കോട്ട് ആൻഡ് ബിഗിൻ. എന്നിട്ട് അങ്കിൾ പോഡ്ജർ തന്റെ കോട്ടൊക്കെ ഊരിയിട്ട് ആ ഒരു ചുമരിന്റെ മുകളിൽ ആ ചിത്രം തൂക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഹി വുഡ് സെൻഡ് ദ മെയ്ഡ് ഔട്ട് ഫോർ 6 penny വർത്ത് ഓഫ് നെയിൽസ്. എന്നിട്ട് അങ്കിൾ പോഡ്ജർ തന്റെ വീട്ടിലെ ജോലിക്കാരിയെ ആണികൾ വാങ്ങിക്കാനായിട്ട് പറഞ്ഞയക്കുകയാണ്. ഏകദേശം 6 penny വർത്ത്, 6 penny വിലയുള്ള ആണികൾ വാങ്ങിക്കാനായിട്ട് പറഞ്ഞയക്കുകയാണ്. ആൻഡ് ദെൻ വൺ ഓഫ് ദ ബോയ്സ് ആഫ്റ്റർ ഹെർ ടു ടെൽ ഹെർ വാട്ട് സൈസ് ടു ഗെറ്റ്. അപ്പോൾ ഈ വേലക്കാരി ഈ ആണി മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്കിൾ പോഡ്ജർക്ക് മനസ്സിലായത് ആണിയുടെ സൈസ് എത്രയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ സൈസ് പറയാനായിട്ട് വേറൊരു ആൺകുട്ടി അതിന്റെ പിന്നാലെ പറഞ്ഞയക്കുകയാണ്. ആൻഡ് ഫ്രം ദാറ്റ് ഹി വുഡ് ഗ്രാജുവലി വർക്ക് ഡൗൺ. എന്നിട്ട് അദ്ദേഹം അവിടുന്ന് പതിയെ ജോലി ആരംഭിക്കുകയാണ്. ആൻഡ് സ്റ്റാർട്ട് ദ ഹോൾ ഹൗസിൽ. അങ്ങനെ ആ വീട്ടിലെ എല്ലാവരും ആ ജോലിയുടെ ഭാഗമായിട്ട് മാറുകയാണ്. നൗ യു ഗോ ആൻഡ് ഗെറ്റ് മീ മൈ ഹാമർ വിൽ. ഇപ്പോൾ വില്ലിനോട് പറയാണ്, മകനായിട്ടുള്ള വില്ലിനോട് പറയാണ്, പോയിട്ട് എൻ്റെ ആമർ കൊണ്ടുവരൂ എന്ന് പറയും. ഹി വുഡ് ഷൗട്ട്, അദ്ദേഹം ഷൗട്ട് ചെയ്യാണ്. ആൻഡ് യു ബ്രിങ് മീ ദ റൂൾ. ടോമിനോട് പറയാണ്, ടോം പോയിട്ട് എൻ്റെ റൂൾ. അപ്പോൾ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോ ശരിയാതിരിക്കാൻ വളരെ കൃത്യമായിട്ട് വരയ്ക്കുന്ന ഒരു വടിയാണ് അല്ലേ, ആ റൂൾ എടുത്തുകൊണ്ട് വരാൻ ടോമിനോട് പറയണം. ആൻഡ് ഐ ഷാൾ വാണ്ട് ദ സ്റ്റെപ്പ് ലാഡർ, എനിക്ക് സ്റ്റെപ്പ് ലാഡർ വേണം അല്ലേ, കയറാൻ വേണ്ടി ഒരു ലാഡർ വേണം. ആൻഡ് ഐ ഹാഡ് ബെറ്റർ ഹാവ് എ കിച്ചൺ ചെയർ, കൂടാതെ ഒരു കിച്ചൺ ചെയറും കൂടി ഉണ്ടായത് നന്നായിരിക്കും അല്ലേ. ആൻഡ് ജിം യു റൺ റൗണ്ട് ടു മിസ്റ്റർ ഗോഗിൾസ് ആൻഡ് ടെൽ ഹിം ഡാഡീസ് ബെസ്റ്റ് വിഷസ്. അപ്പോൾ അടുത്തായിട്ട് അദ്ദേഹം തൻ്റെ മകനായിട്ടുള്ള ജിമ്മിനെ അടുത്തേക്ക് വിളിച്ച് പറയാണ്, നീ ഗോഗിൾസിൻ്റെ അടുത്ത് പോയിട്ട് അവനോട് പറയുക ഡാഡിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുക. ആൻഡ് ഹോപ്സ് ഹിസ് ലെഗ് ഈസ് ബെറ്റർ, എന്നിട്ട് അദ്ദേഹത്തിന്റെ കാലിന് കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറയാ. ആൻഡ് വിൽ ഹി ലെറ്റ് ഹിം ഹാവ് ഈ സ്പിരിറ്റ് ലെവൽ ഫോർ ദ ഈവനിങ്. എന്നിട്ട് ഒരു കാര്യം കൂടി ചോദിക്കുക, ഇന്ന് വൈകുന്നേരത്തേക്ക് അയാളുടെ സ്പിരിറ്റ് ലെവൽ ഒന്ന് കടമായിട്ട് തരുമോ എന്ന് ചോദിച്ചു നോക്കുമെന്ന് പറയാം. അപ്പോൾ അടുത്ത മകനെ സ്പിരിറ്റ് ലെവൽ വാങ്ങിക്കാനായിട്ട് ഗോഗിൾസിന്റെ അടുത്തേക്ക് കടയിലേക്ക് പറഞ്ഞു വിടുകയാണ്. ആൻഡ് ഡോണ്ട് യു ഗോ മറിയ ബിക്കോസ് ഐ ഷാൾ വാണ്ട് സംബഡി ടു ഹോൾഡ് ദ ലൈറ്റ്. ഇതിന് മകളായിട്ടുള്ള മറിയോട് പറയാണ്, മറിയ നീ ഇവിടുന്ന് മാറിപ്പോവല്ലേ, എനിക്കിതിൻ്റെ ആവശ്യമുണ്ട്, ഈ ലൈറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് നിൽക്കാനായിട്ട് ഒരാൾ വേണമെന്ന് പറയാണ്. ആൻഡ് വെൻ ദ മെയ്ഡ് കംസ് ബാക്ക്, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ജോലിക്കാരി തിരിച്ചു വന്നു. ഷീ മസ്റ്റ് ഗോ ഔട്ട് അഗെയിൻ ഫോർ എ ബിറ്റ് ഓഫ് പിക്ചർ കോഡ്. അങ്ങനെ ആ വീട്ടുജോലിക്കാരി തിരിച്ച് വീട്ടിലേക്ക് വന്ന സമയത്ത് അവളോട് പറയാണ് പോയിട്ട് പിക്ചർ കോഡ് എടുത്തു കൊണ്ടുവരാൻ. പിക്ചർ കോഡ് എന്ന് വെച്ചാൽ അത് തൂക്കാനുള്ള ചരട് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയണം. ആൻഡ് ടോം വെറിസ് ടോം, പിന്നെ ടോമിനെ വിളിക്കാണ്. ടോം യു കം ഹിയർ, ടോം ഇവിടെ വരുമെന്ന് പറയണം. ഐ ഷാൾ വാണ്ട് യു ടു ഹാൻഡ് മീ അപ്പ് ദ പിക്ചർ. അപ്പോൾ ഈ ടോമിനോട് പറയണം, എനിക്ക് പിക്ചർ എടുത്ത് പൊന്നിച്ച് തരേണ്ട ചുമതല നിനക്കാണെന്ന് ടോമിനോട് പറയണം. ആൻഡ് ദെൻ ഹി വുഡ് ലിഫ്റ്റ് അപ്പ് ദ പിക്ചർ ആൻഡ് ഡ്രോപ്പ് ഇറ്റ്. അങ്ങനെ ടോം ഈ പിക്ചർ എടുത്ത് മേലേക്ക് പൊന്തിക്കുന്ന സമയത്ത് അത് താഴത്തേക്ക് വീഴുകയാണ്. ആൻഡ് ഇറ്റ് വുഡ് കം ഔട്ട് ഓഫ് ദ ഫ്രെയിം, ആ ഫ്രെയിമിൽ നിന്ന് അത് അടർന്നു വീണു. ആൻഡ് ഹി വുഡ് ട്രൈ ടു സേവ് ദ ഗ്ലാസ്. അപ്പോൾ അദ്ദേഹം ആ ഗ്ലാസ് സേവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, പൊട്ടി വീഴാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ്. ആൻഡ് കട്ട് ഹിംസെൽഫ്, പക്ഷേ അത് കൈയോട് തടുത്ത സമയത്ത് അയാളുടെ കൈക്ക് മുറിവ് പറ്റി. ആൻഡ് ദെൻ ഹി വുഡ് ജംപ് റൗണ്ട് ടു ദ റൂം, അദ്ദേഹം നേരെ റൂമിന് ചുറ്റും ഓടുകയാണ്. ലുക്കിംഗ് ഫോർ ഹിസ് ആൻകർചീഫ്, തൻ്റെ ആൻകർചീഫ്, തൻ്റെ ആ ഒരു തുടയ്ക്കാനുള്ള തുണി അന്വേഷിച്ച് കിടക്കുകയാണ്. ഹി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് ഹാൻകർചീഫ്. അപ്പോൾ അദ്ദേഹത്തിന് കൈമ മുറിയായിട്ടുണ്ട്. ഈ ഒരു ചിത്രം തൂക്കുന്നതിനിടയിൽ ടോമിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ചിത്രം താഴത്തേക്ക് വീഴുകയായി തടുക്കാനായിട്ട് കൈകൊണ്ട് ശ്രമിച്ചപ്പോൾ കയ്യിലേക്ക്
മുട്ടിലേക്ക് അതിൻ്റെ ആ ഒരു ഗ്ലാസ് ഷീൽഡ് തട്ടിയിട്ട് മുറിവ് പറ്റിയിട്ടുണ്ട്. അപ്പം മുറിവ് രക്തം വന്നിട്ടുണ്ട്. ആ രക്തം തുടയ്ക്കാനായിട്ട് ഹാൻകർച്ചീഫ് തിരഞ്ഞെടുക്കുമ്പോൾ അത് കാണാൻ പറ്റുന്നില്ല. ആകെ ഹറിബറിയായി. കാരണം ഒരു ചെറിയൊരു ഫോട്ടോ തൂക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് സ്വയം ഏറ്റെടുത്ത അവസാനം വീട്ടുകാരെ എല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കിയിട്ട് എന്നാൽ അത് കൃത്യമായിട്ട് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിലോട്ട് പോവുകയാണ്. ഹി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് ഹാൻകർച്ചീഫ്. പക്ഷെ അദ്ദേഹത്തിന് തന്റെ ഹാൻകർച്ചീഫ് കണ്ടെത്താൻ പറ്റുന്നില്ല. ബിക്കോസ് ഇറ്റ് വാസ് ഇൻ ദ പോക്കറ്റ് ഓഫ് ദ കോട്ട് ഹി ഹാഡ് ടേക്കൺ ഓഫ് ആൻഡ് ഹി ഡിഡ് നോട്ട് നോ വെർ ഹി ഹാഡ് പുട്ട് ദ കോട്ട്. അപ്പോൾ അദ്ദേഹം തന്റെ കോട്ടിനകത്ത് ഈ ഹാൻകർച്ചീഫ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ കോട്ട് ഇപ്പോൾ എവിടെയാണെന്ന് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല. And all the house had to stop looking for all the other things he had asked for and start looking for his coat. അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ കോട്ട് അന്വേഷിക്കുക. കാരണം ആ കോട്ടിനകത്താണ് അദ്ദേഹത്തിന് ഹാൻകർച്ചീഫ് ഉള്ളത്. While he would dance around and get in their way, അദ്ദേഹം ചുറ്റും ഓടി നടന്ന് നോക്കുന്നുണ്ട്. Doesn't anybody in the whole house know where my coat is? അപ്പോൾ അദ്ദേഹം ചോദിക്കണേ, ഈ വീട്ടിൽ ആർക്കും അറിയില്ല എൻ്റെ കോട്ട് എവിടെയുള്ളതെന്ന്. ഐ നെവർ കെയിം അക്രോസ് സച്ച് പീപ്പിൾ ഇൻ ഓൾ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരെ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ വീട്ടുകാരെ ഇദ്ദേഹം ശകാരിക്കുകയാണ്. അപ്പോൺ മൈ വേർഡ് ഐ ഡിഡ് ഇൻ 6 of you. നിങ്ങൾ 6 പേരുണ്ടായിട്ട് കോട്ട് കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇയാൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യു കുഡ് നോട്ട് ഫൈൻഡ് എ കോട്ട് ദാറ്റ് ഐ പുട്ട് ഡൗൺ നോട്ട് 5 minutes ago. നിങ്ങൾ 6 പേരുണ്ടായിട്ട് ഞാൻ 5 മിനിറ്റ് മുമ്പോട് ഊരിയിട്ട കോട്ട് കണ്ടെത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വീട്ടുകാർ ഇങ്ങനെ അദ്ദേഹം ശകാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇയാൾ തന്നെയാണ് കോട്ട് ഊരിട്ടത്, അദ്ദേഹത്തിന് എവിടെ ഊരിട്ടെന്ന് അറിയില്ല. വെൽ ആൾ ഓഫ് ദെൻ ഹി ഹാഡ് ഗെറ്റ് അപ്പ് എന്ന് ഇതും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് എണീക്കുകയാണ്. ആൻഡ് ഫൈൻഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ സിറ്റിംഗ് ഓൺ ഇറ്റ് ആൻഡ് വുഡ് കോൾ ഔട്ട്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് എണീറ്റ സമയത്താണ് മനസ്സിലാക്കിയത് അദ്ദേഹം ഇതുവരെ ഇരുന്നിരുന്നത് ആ ഒരു അന്വേഷിക്കുന്ന കോട്ടിന്റെ മുകളിലായിരുന്നു എന്നർത്ഥം. എന്നിട്ട് അദ്ദേഹം ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറയാണ്, ഹോ യു ക്യാൻ ഗിവ് ഇറ്റ് അപ്പ്. നിങ്ങൾക്ക് അത് ഉപേക്ഷിക്കാം, നിങ്ങളുടെ ആ ഒരു തെരച്ചിൽ ഉപേക്ഷിക്കാം. ഐ ഹാവ് ഫൗണ്ട് ഇറ്റ് മൈസെൽഫ് നൗ. ഞാൻ അത് സ്വയം കണ്ടെത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയണം. I might just as well ask the cat to find anything as expect you people to find it. അതായത് നിങ്ങൾ കണ്ടെത്തുന്നതിന് പകരം വല്ല കാറ്റിനോട് പറഞ്ഞാൽ മതി, അവർ കണ്ടെത്തി തരുമെന്ന് പറയണം. എന്നിട്ട് വീട്ടുകാരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വെൻ ഹാഫ് ആൻ അവർ ഹാഡ് ബീൻ സ്പെൻഡ് ഇൻ ടൈങ് സംതിങ് റൗണ്ട് ഹിസ് ഫിംഗർ. അപ്പോൾ കയ്യിൽ ഈ ഒരു ഗ്ലാസ് വീണ സമയത്ത് മുറിവ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ മുറിവും അദ്ദേഹം തുണി എന്തോ ചുറ്റുന്നുണ്ട്, കുറച്ച് 1/2 മണിക്കൂർ അതിന് ചിലവഴിക്കുന്നുണ്ട്. ആൻഡ് ന്യൂ ഗ്ലാസ് ഹാഡ് ബീൻ ഗോട്ട്. അങ്ങനെ പുതിയൊരു ഗ്ലാസ്, ആ ഒരു ചിത്രത്തിന്റെ മുകളിൽ ഇടാനുള്ള പുതിയൊരു ഗ്ലാസ് കിട്ടുകയാണ്. ആൻഡ് ദ സ്റ്റെപ്പ് ലാഡർ ആൻഡ് ദ ചെയർ ആൻഡ് ദ ലൈറ്റ് ഹാഡ് ബീൻ ബ്രോട്ട്. ഹി വുഡ് ട്രൈ അഗെയിൻ. അങ്ങനെ രണ്ടാമതും ആ ലാഡറും ചെയറൊക്കെ കൊണ്ടുവന്ന് രണ്ടാമതും അദ്ദേഹം ആ ഒരു ചിത്രം ചുമരിൽ തൂക്കാൻ നിൽക്കുകയാണ്. ഹി വുഡ് ട്രൈ അഗെയിൻ. അദ്ദേഹം പിന്നെ ശ്രമിച്ചു. ദ ഹോൾ ഫാമിലി ഇൻക്ലൂഡിംഗ് ദ മെയ്ഡ് ആൻഡ് ദ ചാർ വുമൺ സ്റ്റാൻഡിംഗ് റൗണ്ട് ഇൻ എ സെമി സർക്കിൾ റെഡി ടു ഹെൽപ്പ്. അങ്ങനെ വീട്ടിലെല്ലാവരും, ആ വീട്ടുജോലിക്കാരും എല്ലാവരും ഒരു അർദ്ധവൃത്താകൃതിയിൽ നിന്നിട്ട് അദ്ദേഹത്തിന് ചുറ്റും ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കണം ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കാനായിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ചെറിയൊരു ചിത്രം ചുമരിൽ തൂക്കാനായിട്ട് അദ്ദേഹം ഇത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് ശരിയാവുന്നുണ്ടോ? ഇല്ല താനും. 2 people would have to hold the chair. 2 ആൾക്കാർ ചെയർ പിടിക്കാൻ നിൽക്കുന്നുണ്ട്. ആൻഡ് എ തേർഡ് വുഡ് ഹെൽപ്പ് ഹിം. മൂന്നാമതൊരാൾ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ടു ഗെറ്റ് അപ്പ് ഓൺ ഇറ്റ്. അതിൻ്റെ മുകളിൽ കയറാനായിട്ട് സഹായിക്കുകയാണ്. ആൻഡ് ഹോൾഡ് ഹിം ദർ. അദ്ദേഹത്തെ അവിടെ പിടിച്ച് നിർത്തുകയാണ്, അല്ലെ വീഴാതിരിക്കാനായിട്ട്. ആൻഡ് ഫോർത്ത് വുഡ് ഹാൻഡ് ഹിം എ നെയിൽ. 4ാമത്തെ ആൾ ഒരു ആണി കൊടുക്കാനായിട്ട് അവിടെ നിൽക്കുകയാണ്. ആൻഡ് 5th വുഡ് ഗിവ് ഹിം ദ ആമർ. 5ാമത്തെ ആൾ ഹാമർ കൊടുക്കാനായിട്ട് അവിടെ കാത്തു നിൽക്കുകയാണ്. ആൻഡ് ഹി വുഡ് ടേക്ക് ദ നെയിൽ. അങ്ങനെ അദ്ദേഹം ആ ഒരു ആണി എടുക്കുകയാണ്. ഇൻ ഹിസ് ഹാൻഡ് ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ്. കയ്യിൽ ആണി എടുത്ത സമയത്ത് അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് ആണി താഴത്തേക്ക് വീഴുകയാണ്. There he would say in an angry voice. അദ്ദേഹത്തിന് വളരെ ദേഷ്യം വന്നിട്ട് അദ്ദേഹം പറയാണ്, നൗ ദ നെയിൽസ് ഗോൺ. ആ ആണി താഴത്തേക്ക് പോയിരിക്കുന്നു പറയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ആ പെശക് പറ്റിയത്. എന്നിട്ടും അദ്ദേഹം ചീത്ത വിളിക്കുന്നത് മറ്റുള്ള ആൾക്കാരെയാണ്. ആൻഡ് വി വുഡ് ആൾ ഹാവ് ടു ഗോ ഡൗൺ ഓൺ അവർ നീസ് ആൻഡ് ലുക്ക് ഫോർ ഇറ്റ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും താഴത്ത് മുട്ട് കുത്തി എന്നിട്ട് അതിങ്ങനെ ആണി തരികയാണ്. വൈൽ ഹി വുഡ് സ്റ്റാൻഡ് ഓൺ ദ ചെയർ. ആ സമയത്ത് അദ്ദേഹം ചെയറിൽ അവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് വാണ്ട് ടു നോ ഇഫ് ഹി വാസ് ടു ബി കെപ്റ്റ് ദർ ഓൾ ദി ഈവനിങ്. അപ്പോൾ വൈകുന്നേരം വരെ ആ നിൽപ്പവിടെ നിൽക്കുമെന്നുള്ള സംശയമായി. ദ നെയിൽ വുഡ് ബി ഫൗണ്ട് അറ്റ് ലാസ്റ്റ്. അങ്ങനെ അവസാനം ആ വീണ ആണി കണ്ടെത്തുകയാണ്. ബട്ട് ബൈ ദാറ്റ് ടൈം ഹി വുഡ് ഹാവ് ലോസ്റ്റ് ദ ഹാമർ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഹാമർ കാണാനില്ല. വേഴ്സ് ദ ഹാമർ. അങ്ങനെ ആ സമയത്ത് ഹാമർ തിരയാണ്. വാട്ട് ഡിഡ് ഐ ഡു വിത്ത് ദ ഹാമർ. എവിടെയാണ് എൻ്റെ ഹാമർ, എവിടെയാണെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. 7 of you, നിങ്ങൾ 7 പേരുണ്ട്. സ്റ്റാൻഡിങ് ഓൾ അറൗണ്ട് മീ. എനിക്ക് ചുറ്റും നിങ്ങൾ നിൽക്കുന്നുണ്ട്. ആൻഡ് യു ഡോണ്ട് നോ വാട്ട് ഐ ഡിഡ് വിത്ത് ദ ഹാമർ. ഞാൻ എവിടെയാണ് ഹാമർ വെച്ച് നിങ്ങൾക്ക് ഇപ്പോഴും കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം ചോദിക്കണം. അപ്പോൾ വെച്ച് അദ്ദേഹത്തിന് ഇത് അറിയില്ല. എന്നിട്ടാണ് ഈ മറ്റുള്ള ആൾക്കാർ അദ്ദേഹം ചീത്ത വിളിക്കുന്നത്. വി വുഡ് ഫൈൻഡ് ദ ഹാമർ ഫോർ ഹിം. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ അവസാനം ഹാമർ കണ്ടെത്തി. ആൻഡ് ദെൻ ഹി വുഡ് ഹാവ് ലോസ്റ്റ് സൈറ്റ് ഓഫ് ദ മാർക്ക് ഹി ഹാഡ് മെയ്ഡ് ഓൺ ദ വാൾ. പിന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹം ചുമരിൻ്റെ മുകളിൽ ഒരു അടയാളം ഇട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോട്ടോ ശരിയാതിരിക്കാനായിട്ട്. അത് അദ്ദേഹത്തിന് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. വേർ
the nail was to be gone, and each of us had to get up on the chair beside him and see if we couldn't find it. അപ്പോൾ ഞങ്ങൾ എല്ലാവരും എണീറ്റ് നോക്കി അവിടെ ആ ഒരു അടയാളം കാണാൻ പറ്റുന്നുണ്ടെന്നു അല്ലേ. ആൻഡ് വി വുഡ് ഈച്ച് ഡിസ്കവർ അറ്റ് ഇൻ എ ഡിഫറെന്റ് പ്ലേസ്. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ആ ഒരു ആണി അടിക്കേണ്ട സ്ഥലം കണ്ടെത്താൻ ശ്രമിച്ചു. ആൻഡ് ഹി വുഡ് കോൾ അസ് ഓൾ ഫൂൾസ്. അദ്ദേഹം ഞങ്ങളെ വിഡ്ഢികളെന്ന് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൺ ആഫ്റ്റർ അനദർ ആൻഡ് ലെറ്റ് us ടു ഗെറ്റ് ഡൗൺ. ഞങ്ങൾ ഓരോരുത്തരും അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ നോക്കുകയാണ് ആണി അടിക്കേണ്ട മാർക്ക് എവിടെയാണെന്ന്. അപ്പോൾ ഞങ്ങൾക്കൊന്ന് കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളെ വിഡ്ഢികളെന്ന് പറഞ്ഞാൽ അദ്ദേഹം കളിയാക്കണം. ആൻഡ് ഹി വുഡ് ടേക്ക് ദ റൂൾ ആൻഡ് മെഷർ അഗൈൻ. അങ്ങനെ രണ്ടാമതും ഈ റൂൾ എടുത്തിട്ട് എവിടെയാണ് ആ ഒരു ആണി അടിക്കേണ്ട മാർക്ക് എന്നുള്ള അദ്ദേഹം രണ്ടാമതും കണ്ടെത്തുകയാണ്. ആൻഡ് ഫൈൻഡ് ദാറ്റ് ഹി വാണ്ടഡ് ഹാഫ് ഓഫ് 31 ആൻഡ് 3/8 inches ഫ്രം ദ കോർണർ. അങ്ങനെ അദ്ദേഹത്തിന് ആ അളവ് കിട്ടി. ഏകദേശം 31 ഇഞ്ചിന്റെ പകുതിയും 38 inches കോർണർ മൂലയിൽ നിന്നും ആവശ്യമുണ്ട് അദ്ദേഹം മനസ്സിലാക്കി. ആൻഡ് വുഡ് ട്രൈ ടു ഡു ഇറ്റ് ഇൻ ഈസ് ഹെഡ് ആൻഡ് ഗോ മാഡ്. അങ്ങനെ അദ്ദേഹം ആ ഒരു അളവ് മനസ്സിൽ ചിന്തിച്ചിട്ട് അദ്ദേഹം ഭ്രാന്തമായിട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി വുഡ് ഓൾ ട്രൈ ടു ഡു ഇറ്റ് ഇൻ അവർ ഹെഡ്സ്. അപ്പോൾ താഴത്ത് നിൽക്കുന്ന പിള്ളേരൊക്കെ എന്താണ് ആ അളവ് മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക, മറന്നു പോകാതിരിക്കാൻ. കാരണം ഇനി അദ്ദേഹം ചോദിക്കുമ്പോൾ തെറ്റിപ്പോയാലോ. ആൻഡ് ഓൾ ഗെറ്റ് ഡിഫറെൻറ്റ് റിസൾട്ട്. പക്ഷെ ഞങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ റിസൾട്ടുകളാണ് ഉണ്ടായി. എന്താ വെച്ചാൽ ആൻഡ് ഇൻ ദോസ് നോയ്സ് ദാറ്റ് വാസ് ബീങ് മെയ്ഡ് ബൈ എവറിബഡി ദ ഒറിജിനൽ നമ്പർ വുഡ് ബി ഫോർഗട്ടൺ. അദ്ദേഹത്തിൻ്റെ ഈ ചീത്തവിളിയും ശബ്ദത്തിൻ്റെ ഇടയിൽ ഈ അളവ് താഴത്ത് നിൽക്കുന്ന ആൾക്കാർ മറന്നു പോകണം. ഓരോരുത്തർക്കും ഓരോ അളവുണ്ടായിട്ടുള്ളത്. ദ ഒറിജിനൽ നമ്പർ വുഡ് ബി ഫോർഗട്ടൺ. ശരിക്കുള്ള ആ അളവ് അവർ തെറ്റിപ്പോയി, മറന്നിരിക്കുന്നു പറയണം. ആൻഡ് അങ്കിൾ പോൾജർ വുഡ് ഹാവ് ടു മെഷർ ഇറ്റ് അഗെയിൻ. അദ്ദേഹം പിന്നെ ഇത് അളവെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ചെറിയൊരു കാര്യത്തിനായിട്ട് ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി വുഡ് യൂസ് എ ബിറ്റ് ഓഫ് സ്ട്രിങ് ദിസ് ടൈം ആൻഡ് അറ്റ് ദ ക്രിട്ടിക്കൽ മൊമെന്റ് വെൻ ദറ്റ് ഓൾഡ് ഫുൾ വാസ് ട്രൈങ് ടു റീച്ച് എ സ്പോട്ട് 3 inches ബിയോണ്ട് ദാറ്റ് വാസ് പോസിബിൾ ഫോർ ഹിം റീച്ച്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ആണി കടിക്കാനായിട്ട് അളവൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 3 inch അപ്പുറത്തേക്കും കൂടി നീങ്ങാണ്ട് എന്നാലും അത് കറക്റ്റായിട്ട് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ റീച്ച്, അദ്ദേഹം എത്തിയാൻ പറ്റുന്ന ദൂരത്തിന് അപ്പുറത്തേക്കാണ് 3 inch എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ഇങ്ങനെ എത്തി വലിഞ്ഞുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അടിക്കാൻ നിൽക്കുകയാണ്. ദ സ്ട്രിങ് വുഡ് സ്ലിപ്പ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ചരടാണ്ട് താഴത്തേക്ക് വീണു. ആൻഡ് ഡൗൺ ഹി വുഡ് ഫാൾ ഓൺ ദ പിയാനോ. അദ്ദേഹം ആ പിയാനോയുടെ മേലേക്കാണ് വീഴാണ് താഴത്തേക്ക്. എ റിയലി ഫൈൻ മ്യൂസിക്കൽ എഫക്ട് ബീങ് പ്രൊഡ്യൂസ്ഡ് വെൻ ഹിസ് ഹെഡ് ആൻഡ് ബോഡി സഡൻലി സ്ട്രക്ക് ആൾ ദ നോട്ട്സ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയും ശരീരം കൂടി ആ പിയാനോയുടെ മേലേക്കാണ്ട് വീണ സമയത്ത് നല്ലൊരു സംഗീതം ആ ഒരു പിയാനോയുടെ മുകളിൽ നിന്ന് ഉണ്ടായി എന്നാണ് പറയുന്നത്. കാരണം എല്ലാ നോട്ട്സും ഒരൊറ്റ സമയത്തുണ്ട് അമർന്ന് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനായിട്ട് ആ പിയാനോയുടെ മുകളിൽ വീണപ്പോൾ ഒരു ശബ്ദം, നല്ലൊരു സംഗീതാത്മകമായുള്ള ശബ്ദം വന്നു എന്ന് പറയുന്നു. And Aunt Maria would say that she would not allow the children to stand around and hear such a language. അദ്ദേഹത്തിനാണെങ്കിൽ ഇത്രയും ദേഷ്യമുള്ള വേറെ കാര്യം ഉണ്ടാവില്ല. കാരണം അദ്ദേഹം അത്ര ആൾക്കാരെ മുന്നിൽ താഴത്തേക്ക് വീഴേണ്ടായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ ചീത്ത കുട്ടികൾ കേൾക്കാതിരിക്കാനായിട്ട് ആണ്ട് എന്ത് ചെയ്യാണ്, ഈ കുട്ടികളൊക്കെ അവിടെ നിന്ന് മാറ്റി നിൽക്കണം. അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് അത്രയും കടുത്താവുന്ന അറിയാം അമ്മായിക്ക്. At last അങ്കിൾ പോൾജർ വുഡ് ഗെറ്റ് അപ്പ് ദ സ്പോട്ട് ഫിക്സർ അഗൈൻ. അങ്ങനെ രണ്ടാമതും അങ്കിൾ പോൾജർ എണീറ്റ് രണ്ടാമതും ആണി അടിക്കാനുള്ള ശ്രമത്തിലാണ്. ആൻഡ് പുട്ട് ദ പോയിന്റ് ഓഫ് ദ നെയിൽ ഓൺ ഇറ്റ് വിത്ത് ഹിസ് ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടത്തെ കൈ കൊണ്ട് തന്നെ നെയിൽ പിടിച്ചിട്ട് ആൻഡ് ടേക്ക് ദ ഹാമർ ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്. വലത്തെ കയ്യിൽ ഹാമർ പിടിച്ച് അദ്ദേഹം അടിക്കുകയാണ്. ആൻഡ് വിത്ത് ദ ഫസ്റ്റ് ബ്ലോ, ആദ്യത്തെ അടിയിൽ തന്നെ ഹി വുഡ് സ്മാഷ് ഹിസ് തമ്പ്. അദ്ദേഹത്തിൻ്റെ കൈക്കാണ് അടി കൊണ്ടത്, വിരലിനാണ് അടി കൊണ്ടത്. ആൻഡ് ഡ്രോപ്പ് ദ ഹാമർ താഴത്തേക്ക് വീണു. വിത്ത് എ യെൽ, ഒരു അലർച്ച കേട്ടു. ഓൺ സംബഡീസ് ടോ, കാരണം ഹാമർ വീണത് ആരോടോ കാലുമയ്ക്കാണ്. അങ്ങനെ താഴത്തിലേതോ കുട്ടിയാണ് കരച്ചിൽ കേട്ടത്. ആൻ മറിയ വുഡ് മെഡ്ലി ഒബ്സർവ് ദറ്റ്. അങ്ങനെ ആൻ മറിയ ഇതൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മായി. നെക്സ്റ്റ് ടൈം അങ്കിൾ പോൾജർ വാസ് ഗോയിങ് ടു ഹാമർ എ നെയിൽ ഇൻ ടു ദ വാൾ. അടുത്ത പ്രാവശ്യം അങ്കിൾ പോൾജർ ഇത്തരത്തിൽ എന്തെങ്കിലും ആണി അടിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചുമരിൽ ഫോട്ടോ നോക്കുന്നതുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കുകയാണെങ്കിൽ ഷി ഹോപ്ഡ് ഹി ഹാഡ് ലെറ്റ് ഹെർ നോ ഇൻ ടൈം, കറക്റ്റ് സമയത്ത് അറിയിക്കുകയാണെങ്കിൽ സോ ദാറ്റ് ഷി കുഡ് മേക്ക് അറേഞ്ച്മെന്റ്സ് ടു ഗോ ആൻഡ് സ്പെൻഡ് എ വീക്ക് വിത്ത് ഹെർ മദർ. ഞാൻ നേരെ പോയിട്ട് എൻ്റെ അമ്മയുടെ കൂടെ കുറച്ച് കാലം താമസിക്കും, ഒരാഴ്ച അല്ലേ. വൈൽ ഇറ്റ് വാസ് ബീങ് ഡൺ. അപ്പോഴേക്കും അദ്ദേഹം ഈ ആണിയടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഒരു നിസ്സാരമായ ഒരു കാര്യത്തിൽ ഇത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് അവരെ ചീത്ത വിളിക്കുന്നത് കൃത്യമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാഴ്ച വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം ആൻമറി ആലോചിക്കുകയാണ്. ഹോ യു വിമൺ, യു മേക്ക് സച്ച് എ ഫസ് ഓവർ എവറിഥിങ്, അങ്കിൾ പോൾജർ വുഡ് റിപ്ലൈ, പിക്കിംഗ് ഹിംസെൽഫ് അപ്പ്. എന്നിട്ട് ഇദ്ദേഹം ഈ സ്ത്രീകളെ ഇങ്ങനെ കളിയാക്കാണ്. നിങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുകയാണ് അല്ലേ. അങ്കിൾ പോൾജർ വുഡ് റിപ്ലൈ, പിക്കിംഗ് ഹിംസെൽഫ് അപ്പ്. അദ്ദേഹം ഇങ്ങനെ നിന്നോട് പറയാണ്, വൈ ഐ ലൈക്ക് ഡൂയിങ് എ ലിറ്റിൽ ജോബ് ഓഫ് ദിസ് സോർട്ട്. ഞാൻ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹം പറയാണ്. ആൻഡ് ദെൻ ഹി വുഡ് ഹാവ് അനദർ ട്രൈ. അങ്ങനെ അടുത്ത ട്രൈ അദ്ദേഹം ശ്രമിക്കുകയാണ്, ആണി അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അറ്റ് ദ സെക്കൻഡ് ബ്ലോ, രണ്ടാമത്തെ ആണി അടിക്കുന്നതിൽ ദ നെയിൽ വുഡ് ഗോ ക്ലീൻ ത്രൂ ദ പ്ലാസ്റ്റർ. ഇപ്രാവശ്യം അടിച്ച ആണി കൃത്യമായിട്ട് ആ പ്ലാസ്റ്ററിനോടകത്ത് കയറിയിട്ടുണ്ട്, അതായത് ചുമരിനോടകത്ത് കയറിയിട്ടുണ്ട്.
and after the hammer after it, the Uncle Porger be precipitated against the wall with force nearly sufficient to flatten his nose. ഈ ഒരു ആണിങ്ങനെ വീശി അടിച്ചതിന്റെ ശക്തിയിൽ ആണി അടിച്ചതിന്റെ പിന്നാലെ തന്നെ ഈ അങ്കിൾ പോർജർ ഇങ്ങനെ ചെരിഞ്ഞിട്ട് ആ മതിലിനോട് ചേർന്ന് നിൽക്കാൻ പോവാണ് അല്ലെ. മൂക്ക് ആ ഒരു ചുമരിനോട് ചേർന്ന് നിൽക്കുന്ന അത്രയും എടുത്തേക്ക് അദ്ദേഹം ഇങ്ങനെ ചാഞ്ഞു പോയി എന്ന് പറയാണ് ആ അടിയുടെ ശക്തിയിൽ. ദെൻ വി ഹാഡ് ടു ഫൈൻഡ് ദ റൂൾ ആൻഡ് ദ സ്ട്രിങ് അഗെയിൻ. അമ്മ രണ്ടാമതും ആ ഒരു വടിയും ആ ഒരു നൂലൊക്കെ പിടിച്ചു, അളവ് കറക്റ്റ് ആണോ നോക്കാം അല്ലെ. ആൻഡ് എ ന്യൂ ഹോൾ വാസ് മെയ്ഡ്. അങ്ങനെ പുതിയൊരു ദ്വാരം ഉണ്ടാക്കി. ആൻഡ് അബൌട്ട് മിഡ് നൈറ്റ്, അന്ന് പാതിരാത്രിയായി. ദ പിക്ചർ വുഡ് ബി അപ്പ്. ആ ഒരു പിക്ചർ അതിന്റെ മുകളിൽ തൂക്കിയപ്പോൾ നേരം പാതിരാത്രിയായി. വെരി ക്രൂക്ഡ് ആൻഡ് ഇൻസെക്യൂർ. ആ ഒരു ചിത്രം നോക്കി അത്ര വളരെ വൃത്തിയിലൊന്നല്ല ആ ചുമരിൽ ആ ചിത്രം തൂക്കിയിട്ടുള്ളത്. The wall for yards around looking as if it had been smoothed down with a rake and everybody dead beat and wretched except Uncle Podger. ആ ചിത്രം അത്ര വൃത്തിയിലൊന്നല്ല ചുമരിൽ തൂക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാതിരാത്രിയായ സമയത്ത് എല്ലാവരും വളരെ ടയേർഡായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അങ്കിൾ പോഡ്ജർ ഇപ്പോഴും വളരെ ഉത്സാഹത്തോടെ നിൽക്കുകയാണ്. There you are. ദാ ചിത്രം തൂക്കിയിരിക്കുന്നു അദ്ദേഹം പറയാണ്. He would say, stepping heavily off the chair on the charwoman's corns and surveying the mess he had made with a evident pride. വളരെ ഒരു അഭിമാനത്തോട് കൂടിയിട്ട് എല്ലാവരെയും അല്ലേ ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു കസേരത്ത് ചാടി എണീറ്റ് ഇങ്ങനെ പറയാണ്. അതാ ഞാൻ ചുമരിൽ ആ ചിത്രം തൂക്കിയിരിക്കുന്നു അദ്ദേഹം അഭിമാനത്തോടു കൂടി പറയാണ്. Why some people would have had a man in to do a little thing like that. ഇതിൽ അദ്ദേഹം പറയാണ് ഈ കുറച്ച് ആൾക്കാർക്ക് ഒരാളുണ്ടാവും ഇത്തരത്തിൽ ഒരു ചിത്രം തൂക്കാനായിട്ട്. അതായത് ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ചിത്രം തൂക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് ആണ്, ഞാനാണ് ആ ചിത്രം തൂക്കിയെന്ന് പറയണം. അതായത് എല്ലാ ജോലിയും മറ്റുള്ള ആൾക്കാരാണ് ചെയ്തിട്ടുള്ളത്, ഇദ്ദേഹം ആ ചിത്രം തൂക്കുന്ന കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹം എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സമൂഹത്തിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും അല്ലേ. ചെറിയ നിസ്സാരമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി എല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കി എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹം എടുക്കുകയും ചെയ്യുന്ന അങ്കിൾ പോഡ്ജറിനെ പോലുള്ള കഥാപാത്രങ്ങൾ വളരെ രസകരമായിട്ട് ഈ കഥയിലൂടെ പറഞ്ഞു വെക്കാൻ കഥാകാരന് കഴിഞ്ഞിട്ടുണ്ട്.